ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ചരിത്ര സിനിമ. മമ്മൂട്ടി, MD ഹരിഹരൻ, ഈ ഒരു കൂട്ടുകെട്ടിൽ ഗുരുതുല്യമായ ഒരു സിനിമ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളാകുന്നു. വീണ്ടും ഈ ഒരു കൂട്ടുകെട്ട് ഒരുമിക്കുന്നു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മമ്മൂട്ടിയും MDയും ചേർന്ന് ഒരു സിനിമ വരുന്നു. തീർച്ചയായും അതൊരു ചരിത്ര സിനിമ ആയിരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഏറെക്കാലമായി ഓരോ മലയാളിയുടെയും, മമ്മൂട്ടി ആരാധകരുടെ അല്ല പറയുന്നത്, ഓരോ മലയാളിയുടെയും സ്വപ്നമാണ് മമ്മൂട്ടി, MD അതേപോലെ ഹരിഹരൻ കൂട്ടുകെട്ടിൽ ഒരു സിനിമ വേണമെന്നുള്ളത്. പ്രത്യേകിച്ച് MDയും മമ്മൂട്ടിയും ഹരിഹരനുമായിട്ടുള്ള റിലേഷൻസ് നമുക്കറിയാം. ഇവർ തമ്മിലുള്ള സിനിമകൾ നമുക്കറിയാം. എന്നൊക്കെ ഇവർ തമ്മിലുള്ള സിനിമ വന്നിട്ടുണ്ടോ അന്നൊക്കെ അത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ഒരു ഏട് എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. 1989 ഇറങ്ങിയ ഒരു വടക്കൻ വീരഗാഥ, ഒരു വിഷു റിലീസായിട്ട് എത്തിയ ആ ഒരു സിനിമ പിന്നീട് അല്ലെങ്കിൽ പിൽക്കാലത്ത് മലയാളത്തിലെ തന്നെയല്ല, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ സിനിമകളിലൊന്നായി. അത് വിജയത്തിൻ്റെ കാര്യത്തിലോ അവാർഡുകളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ കളക്ഷൻ്റെ കാര്യത്തിലോ അല്ല, ക്വാളിറ്റിയുടെ കാര്യത്തിലും അത്രത്തോളം മനോഹരമായ ആക്ടിങ്ങും മനോഹരമായ ചിത്രവും ടെക്നിക്കൽ വൈസും എല്ലാം. ഇന്നത്തെ പോലെ നൂതനമായ ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അതിനെ വെല്ലുന്ന തരത്തിൽ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ. ഏറ്റവും മനോഹരമായ പെർഫോമൻസ്. സ്റ്റിഫാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ഫ്ലെക്സിബിൾ ആണെന്ന് മമ്മൂട്ടി എന്ന് കാണിച്ചു കൊടുത്ത സിനിമ. ആയുധകലയിൽ മമ്മൂട്ടിയോളം വേറെ ആരും ഇന്ത്യൻ സിനിമയിലില്ല എന്നുള്ളത് കാണിച്ചു തന്നു. മലയാളത്തിൽ തന്നെ മികച്ച മമ്മൂട്ടിയേക്കാളും നല്ല നടന്മാർ നമുക്കുണ്ട്. പക്ഷേ ഈ ഒരു വേഷം ചെയ്യാൻ മമ്മൂട്ടി കഴിഞ്ഞിട്ടേ, അല്ലെങ്കിൽ മമ്മൂട്ടി അല്ലാതെ ആരുമില്ല, കഴിഞ്ഞിട്ടേ എന്നുള്ളൊരു വാക്കേ ഇല്ല. ആ ലെവലിലേക്ക് എത്തിച്ച ഒരു സിനിമ തന്നെയാണ് വടക്കൻ വീരഗാഥ. അതിൽ കൃത്യമായിട്ട് ബാലൻ കെ നായർ പറയുന്നുണ്ട്, അതായത് മമ്മൂട്ടിയുടെ അമ്മാവൻ കഥാപാത്രമാണ് അതിനകത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്ന കാര്യമുണ്ട്. ആ ചന്തുവിനെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. ബാക്കിയുള്ളവർക്കെല്ലാം ആയുധം ഒരു ഏച്ചുകെട്ടലാണെങ്കിൽ ചന്തുവിന് അവൻ്റെ ശരീരത്ത് അവിടെ ചേർന്ന അവൻ്റെ ഒരു അവയവം പോലെയാണ് എന്നുള്ളത്. അതുതന്നെയാണ് നമുക്ക് ആ സിനിമയിൽ കാണാൻ കഴിഞ്ഞത്. മമ്മൂട്ടി എപ്പോഴൊക്കെ വാളെടുക്കുന്നുണ്ടോ അതിൽ ഒരിക്കലും അസ്വാഭാവികത കാണാറില്ല. ബാക്കി ആരെടുക്കുമ്പോഴും ഒരു എക്സ്റ്റേണൽ ഇൻസ്ട്രുമെൻ്റ് എടുക്കുന്ന ഫീൽ കിട്ടുമ്പോൾ ഇത് മമ്മൂട്ടിയുടെ ഒരു അംഗം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അവയവത്തിൻ്റെ ചലനം പോലെ തോന്നി. അതുതന്നെയാണ് ആ ഒരു സിനിമയുടെ മനോഹാരിതയും. ആ സിനിമ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, അതിനുശേഷം സൂപ്പർ താരങ്ങളും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് പേർ ചന്തുവിനെ അവതരിപ്പിക്കുകയും അല്ലെങ്കിൽ അതേപോലെയുള്ള ചരിത്ര സിനിമകൾ അതിനു മുമ്പും അതിന് ശേഷവും ചെയ്യുകയും ചെയ്തു. പക്ഷേ ആർക്കും ആ ഒരു ഫ്ലെക്സിബിലിറ്റി നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഫ്ലെക്സിബിളായിട്ടുള്ള നല്ല നടന്മാർ, ഒരുപാട് നടന്മാർ ഇവിടെയുണ്ട്. പക്ഷേ മമ്മൂട്ടിയോളം ഫ്ലെക്സിബിളായിട്ട് ആ ക്യാരക്ടർ ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതേപോലെയുള്ള കഥാപാത്രം ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഒരിക്കലും അല്ലെങ്കിൽ ആരെയും വേദനിപ്പിക്കാനോ ഒന്നും പറയുന്ന കാര്യമല്ല, യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം, ഇന്നും ഈ ഒരു ക്യാരക്ടറിൽ മമ്മൂട്ടിയെ വെല്ലാൻ ഒരാളുമില്ല. അന്ന് ദേശീയ അവാർഡ് ഉൾപ്പെടെ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമയായിരുന്നു ഒരു വടക്കൻ വീരകഥ. അവിടെ നിന്ന് തീരുന്നില്ല. പിൽക്കാലത്ത് 2000 നമ്മൾ ഒരു സിനിമ കാണുകയുണ്ടായി. അതായത് 2009 ഒക്ടോബർ 16 ഇറങ്ങിയ പഴശ്ശിരാജ. ഒരു രാജകീയ പ്രൗഢി എന്ത് എന്നുള്ളത് നമുക്ക് കൃത്യമായി ലഭിച്ചത് പഴശ്ശിരാജയിൽ മമ്മൂട്ടിയുടെ വേഷത്തിലൂടെയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ വടക്കൻ വീരഗാഥയിൽ കണ്ട ചന്തുവിൻ്റെ ചടുലതകളായിരുന്നില്ല പഴശ്ശിരാജാവിനുണ്ടായിരുന്നത്. അതായത് ചന്തു എന്ന ആൾ ഒരു വാരിയർ ആയിരുന്നുവെങ്കിൽ, വാരിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു പടയാളി ആയിരുന്നുവെങ്കിൽ, ഒരു യോദ്ധാവായിരുന്നെങ്കിൽ, ഇതൊരു രാജാവാണ്. രാജകീയമായ കാര്യങ്ങളായിരുന്നു. എത്രത്തോളം വ്യത്യസ്തമായിട്ടാണ് മമ്മൂട്ടി പഴശ്ശിരാജയിലും, അതായത് ചരിത്ര കഥാപാത്രങ്ങൾ ചെയ്തപ്പോൾ പഴശ്ശിരാജയിലും അതേപോലെ തന്നെ വടക്കൻ വീരഗാഥയിലും വ്യത്യസ്തത പുലർത്തിയത് എന്നുള്ളത് തന്നെയാണ് അത്ഭുതം നമ്മളെ ഉളവാക്കുന്ന സംഭവം. ഇവിടെയും MDയും ഹരിഹരനും മമ്മൂട്ടിയും ഒത്തുചേർന്നപ്പോൾ മറ്റൊരു അതിമനോഹരമായ മലയാള കാവ്യമാണ് സിനിമാ തിയേറ്ററുകളിലേക്ക് എത്തിയത്. അതെ, ആ ഒരു വർഷത്തിൽ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ബഡ്ജറ്റിൽ 20 കോടി രൂപയ്ക്ക് വന്ന ആ ഒരു സിനിമ മലയാളത്തിലെ മറ്റൊരു ചരിത്രമാവുകയും ബോക്സ് ഓഫീസിലെ റെക്കോർഡാവുകയും, ഇവിടെ നമ്മൾ ഈ ഒരു സിനിമയോ അല്ലെങ്കിൽ ഈ പാറ്റേണിൽ വരുന്ന സിനിമകളെ നമ്മൾ ബോക്സ് ഓഫീസ് കളക്ഷനിലൂടെയല്ല, ഈ ഒരു സിനിമ എത്രത്തോളമാണ് മലയാള സിനിമയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്നുള്ളതാണ്. ആ ഒരു സിനിമ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് രാജകീയമായ കല. ഇതിലും മമ്മൂട്ടിയേക്കാൾ സുന്ദരനായ പ്രേം നസീർ പോലും ഉണ്ടായിരുന്നു. അദ്ദേഹം ആ കാലഘട്ടത്തിൽ
കാലഘട്ടത്തിൽ ഒരുപാട് സിനിമകൾ ഇതേപോലെ രാജകീയമായും അല്ലെങ്കിൽ ഒരു കാലത്ത് ഹിന്ദിയും മലയാളവും തമിഴുമൊക്കെ രാജകീയമായ സിനിമകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ പഴശ്ശിരാജ വന്നപ്പോൾ എന്താണ് രാജകീയമായ കല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ആർക്കും മനസ്സിൽ തോന്നുന്നത്, മമ്മൂട്ടി വിരോധിക്ക് പോലും മനസ്സിൽ തോന്നി ഇയാളെ കണ്ടാൽ ഒരു പ്രൗഢി ഉണ്ടല്ലോ എന്നുള്ളത്. അത് തീർത്തും അഭ്രപാളികളിൽ വന്നപ്പോൾ ഓരോ മനുഷ്യനും തോന്നിയതാണ്. ഇന്നും കാണുമ്പോൾ ടെക്നിക്കലി ഇന്ന് നമ്മൾ കാണിക്കുന്ന പല കാര്യങ്ങളും ഇല്ലാതിരുന്ന 2009 അതായത് വിഷ്വൽ എഫക്ട്സിനോ ഒന്നിനും അത്ര പ്രാധാന്യം അല്ലെങ്കിൽ അന്ന് അത്രയും ഡെവലപ്പ് ആവാത്ത ആ ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടി ചെയ്ത ആ ഒരു ക്യാരക്ടർ എത്രത്തോളം മനോഹരമായിരുന്നു. ഇത് മമ്മൂട്ടിയുടെ മാത്രം കഴിവായിട്ട് നമ്മൾ പറയുകയില്ല, MTയുടെയും ഹരിഹരൻ്റെയും കഴിവ് കൂടിയാണ്. MTയുടെ തൂലികയിൽ നിന്ന് പിറക്കുന്ന വരികൾ, ഓരോ വാക്കുകളും അത്രത്തോളം പവർഫുള്ളായിരുന്നു. ആ ഒരു പവർഫുള്ളായ വാക്കിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആളായിരുന്നു മമ്മൂട്ടി എന്നുള്ളത്. ആ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി മമ്മൂട്ടിയെ പ്രാപ്തനാക്കുന്ന ഡയറക്ടറായിരുന്നു ഹരിഹരൻ. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, വേറെ ഒന്നുമല്ല, മാമാങ്കം പോലെ ഒരു സിനിമ വന്നപ്പോൾ അത് വലിയ ഫ്ലോപ്പായി, നാണക്കേടായി എന്ന് തന്നെ പറയാനുള്ളൂ നമുക്ക് ആ ഒരു കഥാപാത്രം കാണുമ്പോൾ. പക്ഷേ നമുക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യം വേറെ ഒന്നുമല്ല, ഹരിഹരനെ പോലെയുള്ള ഒരു ഡയറക്ടറിൻ്റെ കയ്യിലാണ് അങ്ങനെ ഒരു സിനിമ ലഭിച്ചിരുന്നെങ്കിൽ നമുക്ക് കാണാം എത്രത്തോളം മനോഹരമായിട്ടായിരിക്കും ആ ഒരു സിനിമ പോലും അദ്ദേഹം ചെയ്യുക. ഇവിടെ മാമാങ്കം എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ മനസ്സിലായ വേറൊരു കാര്യമുണ്ട്, അത് മമ്മൂട്ടി ഓറിയൻറ്റഡ് അല്ല, അതിനകത്തിലെ കുട്ടി ഓറിയൻറ്റഡ് ആയിരുന്നു. ശരിക്കും കുന്നപ്പള്ളി ചെയ്ത സിനിമകളെല്ലാം തന്നെ ഇപ്പം നമ്മൾ നമ്മുടെ അയ്യപ്പൻ്റെ സിനിമയാണെങ്കിൽ പോലും, അതായത് നമുക്ക് മാളികപ്പുറം എന്ന സിനിമയാണെങ്കിൽ പോലും അതിലും ആ കുട്ടിയെ ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു അതിനകത്തിൽ ചെയ്തത്. ഉണ്ണിമുകുന്ദൻ അതിനകത്തിൽ പ്രധാന ക്യാരക്ടറായിട്ട് വരുന്നെങ്കിലും ഒരു കുഞ്ഞു കുട്ടിയാണ് അതിനകത്തിൽ ലീഡായിട്ട് കൊണ്ടുപോയത്. ഇത് തന്നെയാണ് നമുക്ക് മാമാങ്കത്തിലും കാണാൻ. പക്ഷേ മമ്മൂട്ടിയെ അതിനകത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതൊന്നും ഒരു ആരാധകൻ എന്ന ലെവലിലോ ഒരു മലയാളി എന്ന ലെവലിലോ ഹാർഡ് കോർ മമ്മൂട്ടി എന്ന ലെവലിലോ ആർക്കും അംഗീകരിക്കാൻ പോലും, അല്ലെങ്കിൽ അംഗീകരിച്ചാൽ പോലും അത് കൊള്ളില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷേ എന്തായിരുന്നു MTയുടെയും ഹരിഹരൻ്റെയും കയ്യിൽ മമ്മൂട്ടിയെ കിട്ടിയപ്പോൾ അവർ ചെയ്തത്? മമ്മൂട്ടിയെ ഞെക്കിപ്പിഴിഞ്ഞ് ചാറൂറ്റി കിടിലനായിട്ട് അവരങ്ങ് പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ വീണ്ടും ഒരു വർഷങ്ങൾക്ക് ശേഷം 2025 ഈ ഒരു സിനിമ വരാൻ പോകുന്നത്. അതായത് MTയും മമ്മൂട്ടിയും അതേപോലെ തന്നെ ഹരിഹരനും ഒന്നിച്ച് ചേർന്നിട്ടുള്ള ഒരു സിനിമ. തീർച്ചയായും ഒരു നമുക്ക് അറിയാവുന്ന ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ അതൊരു ചരിത്ര സിനിമ തന്നെയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നേരത്തെ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ വളരെ അടുത്ത വൃന്ദങ്ങളുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലായി, നമ്മൾ 1-2 വീഡിയോകളും ചെയ്തിരുന്നു. കാരണം നമ്മൾ ഓരോ മലയാളിക്കും ആവശ്യം MT, മമ്മൂട്ടി, ഹരിഹരൻ കൂട്ടുകെട്ടിൽ ഗുരുദക്ഷിണ പോലെയുള്ള ഒരു സിനിമ വേണമെന്നുള്ളതാണ്. അപ്പോൾ അത് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. അതിന് കൊടി പിടിക്കുന്നത് വേണു കുന്നപ്പള്ളി തന്നെയാണ്. അതായത് വലിയ ബഡ്ജറ്റിൽ വരേണ്ട സിനിമ തന്നെയാണ്. ഇന്നത്തെ നൂതനമായ ടെക്നോളജിയും കാര്യങ്ങളുമൊക്കെ ചേർന്ന് വരുമ്പോൾ ഒരു മികച്ച സിനിമ തന്നെയാണ് നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും MTയും ഹരിഹരനും മമ്മൂട്ടിയും ചേർന്ന് ഒരു സിനിമ വരികയാണ്. ഏത് കാറ്റഗറി സിനിമയാണോന്നൊന്നും വന്നിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും അതൊരു ചരിത്ര സിനിമയായിരിക്കും. അത് നമുക്ക് വേണ്ടത് മമ്മൂട്ടിയിൽ നിന്ന്, മമ്മൂട്ടി എന്ന നടനെ ഇന്ന് എത്രത്തോളം വലിയ നടനായി അദ്ദേഹം മാറിയിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ഏതാനും നാളുകളിൽ എന്നും അദ്ദേഹം വലിയ നടനായിരുന്നു, അല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഒരു ആക്ടർ എന്നുള്ള ലെവലിൽ മമ്മൂട്ടി എന്ന പേരിനെ പൊളിച്ചടുക്കിക്കൊണ്ട് തന്നെ അതൊരു വേറൊരു പ്രതിഭാസമായി മാറാൻ തുടങ്ങിയിട്ട് കോവിഡിന് ശേഷമുള്ള ഒരു കാലയളവാണ്. അത് തുടർച്ചയായിട്ട് പലപ്പോഴും നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അതിന് നേരത്തെ ഇടയ്ക്കിടയ്ക്കുള്ള സിനിമകളായിരുന്നെങ്കിൽ ഇപ്പോൾ തുടരെയുള്ള മമ്മൂട്ടി സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരേ ഫീൽ തന്നെയാണ്. ഇങ്ങേരെക്കാൾ വലിയൊരു നടൻ ഇപ്പോഴില്ല. കാരണം അഭിനയിക്കണം എന്നുള്ള മോഹം, അഭിനയത്തിന് വേണ്ടിയുള്ള അർപ്പണം, എങ്ങനെയും ഒരു കഥാപാത്രത്തെ മാക്സിമൈസ് ചെയ്ത് അതിൻ്റെ യൂട്ടിലൈസ് ചെയ്ത് അതിനെ അങ്ങ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള മമ്മൂട്ടി വെർഷൻ, അത് തന്നെയാണ് ഇന്ന് മമ്മൂട്ടി എന്ന നടനെ നമ്മൾ ആ റേഞ്ചിൽ, അതായത് ഇന്ത്യയിലെ തന്നെ ഇന്ന് ഈ ഒരു മൂമെൻറ്റിൽ സംസാരിക്കുമ്പോൾ ഏത് നടനേക്കാളും മുകളിൽ ഒരു 10 അടി മുകളിൽ നിൽക്കുന്ന നടൻ എന്നുള്ളത് വ്യക്തി അല്ലെങ്കിൽ ആർട്ടിസ്റ്റ്, ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാൻ പവറോ അല്ലെങ്കിൽ മാർക്കറ്റോ വാല്യൂ ഒന്നും അല്ല പറയുന്നത്. ഒരു ആക്ടർ എന്നുള്ള ലെവലിൽ ഒരു ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ സമകാലീനരായ അദ്ദേഹത്തെ പോലെ മികച്ചു നിൽക്കുന്ന ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ, മലയാള ഫിലിം ഇൻഡസ്ട്രിയിലുള്ള നടന്മാരെക്കാളും 10 അടി മുകളിൽ നിൽക്കുന്ന വ്യക്തിയായി മാറുന്നു മമ്മൂട്ടി. ആ മമ്മൂട്ടിയിൽ നിന്ന് നമുക്ക് വേണ്ടതും അത് തന്നെയാണ്. അതായത് ഇതേപോലെ എക്സ്പ്ലോർ ചെയ്യാൻ, ഇതേപോലെ ഒരു ചരിത്ര സിനിമ എടുക്കാൻ ഒരിക്കലും വേറെ ഒരാൾക്കും ഇത്രത്തോളം സ്കില്ലില്ല ഹരിഹരൻ എന്ന ഡയറക്ടറിന് മുകളിലേക്ക്. കാരണം അത്രത്തോളം തന്മയത്വത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ
അദ്ദേഹത്തിൻ്റെ സിനിമകൾ. മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് പോലും ചേർന്നാൽ ഒരുപക്ഷേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാവാം ഇതൊക്കെ അന്നല്ലേ ഇങ്ങനെ. പക്ഷേ ഹരിഹരൻ സിനിമകളുടെ പ്രത്യേകത അങ്ങനെ ഒരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് കാലത്തിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സിനിമ തന്നെയാണ്. എന്താണേലും വേണു കുന്നപ്പള്ളി ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസറായിട്ട് വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് ഒരു ഒന്നൊന്നര സിനിമയായിരിക്കും. കിട്ടിയ ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് അറിയുന്നത് ട്രിപ്പിൾ എം മൂവി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന സിനിമയാണെന്നുള്ളതാണ്. പക്ഷേ യാഥാർത്ഥ്യമായി നമുക്കറിയുന്ന ഡീറ്റെയിൽ പറയാം. അതിനുശേഷം മമ്മൂട്ടിയുടേതായി വരാനിരിക്കുന്ന മറ്റൊരു സിനിമയാണ്, അത് രഞ്ജൻ പ്രമോദിൻ്റെ സിനിമയാണ്. ആ സിനിമ കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും ഈ ഒരു സിനിമ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. എന്താണെങ്കിലും എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡയറക്റ്റ് സംസാരിച്ചപ്പോൾ കിട്ടിയ ഡീറ്റെയിൽ അനുസരിച്ചിട്ട് ഇതൊരു ചരിത്ര സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.